ഹായ്. അപ്പോൾ നമുക്ക് ഇന്നൊരു 10 more ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം അല്ലേ. സോ നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, അക്കോർഡിംഗ് ടു ദ മോഡേൺ തിയറി ഓഫ് റെൻറ്റ് എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ഓൾ ദ ഫാക്ടേഴ്സ് മേ ഏൺ റെൻറ്റ്. കറക്റ്റ് ആണോ? അക്കോർഡിംഗ് ടു മോഡേൺ തിയറി ഓഫ് റെൻറ്റ് ഓൾ ദ ഫാക്ടേഴ്സ് മേ ഏൺ റെൻറ്റ്. കറക്റ്റ് ആണോ? കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. റെൻറ്റ് ക്യാൻ ഓൺലി ബി ഏൺഡ് ഇൻ ലോങ് റൺ. റെൻറ്റ് ക്യാൻ ഓൺലി ബി ഏൺ ഇൻ ലോങ് റൺ. ഒരിക്കലല്ല, ഓൺലി ബി അല്ല അല്ലേ, ഒരിക്കലല്ല. അപ്പോൾ ഇതെന്താണ്? റോങ് ആണ് അല്ലേ. സി എന്താ പറയുന്നത്, ട്രാൻസ്ഫർ ഏണിൻ ഓഫ് ആൻ അൺയൂസ്ഡ് ഫാക്ടർ ഈസ് 0. കറക്റ്റ് ആണോ? കറക്റ്റ് ആണോ? കറക്റ്റ് ആണ് അല്ലേ. ഓൺലി ലാൻഡ് ക്യാൻ ഏൺ റെൻറ്റ് എന്താണ്? ഇൻകറക്റ്റ് ആണ്. എൻറ്റർ ഏണിംഗ് ഓഫ് ആൻ അൺയൂസ്ഡ് ഫാക്ടർ ഈസ് ഇക്കണോമിക് റെൻറ്റ്. കറക്റ്റ് ആണ് അല്ലേ. സോ ഇതിന് കറക്റ്റ് ആൻസർ അപ്പോൾ ഏതായിരിക്കും? എ, സി, ഇ ആണ് അല്ലേ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ബി ഇസ് എ കറക്റ്റ് ആൻസർ ആണോ? ബി ആണോ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? ബി ആണോ കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്? യെസ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സാറ്റിസ്ഫൈ ദ അസംഷൻ ഓഫ് ദി ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽ. അതായത് ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽ പ്രകാരം നമ്മൾ കുറച്ച് അസംഷൻസ് പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലേ. ഈ പറയുന്ന അസംഷൻസ് ഒക്കെ നമ്മളൊന്ന് ജസ്റ്റ് നോക്കാം, എന്നിട്ട് അത് ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡലിൻ്റെ അസംഷൻസ് മാത്രം നമ്മൾ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് എന്താ പറയുന്നത്, 0 മീൻ വാല്യൂ ഓഫ് ദി ഡിസ്റ്റർബൻസ് യു എ അല്ലേ. ആണോ? ആണ്. കറക്റ്റ് ആണല്ലേ, ശരിയാണല്ലേ, ശരിയല്ലേ. എന്താ പറയുന്നത്, 0 മീൻ വാല്യൂ ഓഫ് ദി ഡിസ്റ്റർബൻസ് യു ഐ അല്ലേ. പിന്നെന്താ പറയുന്നത്, എക്സ്പ്ലനറ്ററി വേരിയബിൾ ആൻഡ് ദി എറർ ടേം ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ്. നോട്ട് ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഡിപ്പെൻഡൻ്റ് ആണെന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. ഒരിക്കലും അല്ല. എക്സ്പ്ലനറ്ററി വേരിയബിൾ എന്ന എറർ ടേം എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആണല്ലോ. ഒരിക്കലും എന്താണ്, നോട്ട് ഇൻഡിപെൻഡൻ്റ് അല്ല. ദാറ്റ് മീൻസ് അത് ഒരിക്കലും ഡിപ്പെൻഡൻ്റ് അല്ല. അപ്പോൾ ദാറ്റ് ഈസ് ഇൻകറക്റ്റ് കേട്ടോ. പിന്നെന്താ പറയുന്നത്, ഹോമോസ്കഡാസിറ്റി ഓർ കോൺസ്റ്റൻറ്റ് വേരിയൻസ് ഓഫ് യു ഐ. ഹോമോസ്കഡാസിറ്റി ആൻഡ് കോൺസ്റ്റൻറ്റ് വേരിയൻസ് ഓഫ് യു ഐ. കറക്റ്റ് ആണ് അല്ലേ. നോ ഓട്ടോ കോറിലേഷൻ ബിറ്റ്വീൻ ദ ഡിസ്റ്റർബൻസ്. കറക്റ്റ് ആണ്. ദെൻ ദർ ഇസ് മോർ ദാൻ വൺ എക്സാക്ട് ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ്പ്ലനറ്ററി വേരിയബിൾ. റോങ് ആണ്. സോ ഇതിലേതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക? എ, സി, ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എ, സി, ഡി വരുന്നതാണ്. സി ഇസ് എ കറക്റ്റ് ആൻസർ. സി ആണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? ജസ്റ്റ് നോക്കി നോക്കിയാൽ. യെസ്. ഓക്കെ. 13ാമത്തെ ക്വസ്റ്റ്യൻ, ദ കോസസ് ആൻഡ് കോൺസിക്വൻസ് ഓഫ് ദി പോവേർട്ടി ഇൻക്ലൂഡഡ്. അതായത് കാരണങ്ങളും അതിൻ്റെ പരിണിത ഫലങ്ങളുമാണ് പോവേർട്ടിൻ്റെത്. എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് എന്താ പറയുന്നത്, അൺഎംപ്ലോയ്മെൻറ്റ്. ഷുവർ ആണല്ലേ. പോവേർട്ടി കാരണം എന്തുണ്ടാവാം? അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ എന്താണ്, അൺഎംപ്ലോയ്മെൻറ്റ് എന്തിലേക്ക് നയിക്കാം? പോവേർട്ടിയിലേക്ക് നയിക്കാം. അതുപോലെ തന്നെ ലോ വേജസ് കറക്റ്റാണ്. പുവർ ഹെൽത്ത് കറക്റ്റാണ്. ലോ പോപ്പുലേഷൻ ഗ്രോത്ത് ദാറ്റ് ഈസ് ഇൻകറക്റ്റ്. ആൻഡ് ദ ലോ ലിറ്ററസി റേറ്റ് അത് കറക്റ്റാണ്. അപ്പോൾ എന്താണ്, എ, ബി, സി, ഇ ആണ് ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. എ, ബി, സി, ഇ വരുന്ന ഏതാണ്? ഡി ഇസ് എ കറക്റ്റ് ആൻസർ. ഡി ആണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാം. യെസ്, ഡി ആണ് കറക്റ്റ് ആൻസർ. ദെൻ 14 നമ്മുടെ ബി ഒ പിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറിയാണ് മാർഷൽ ലേണർ കണ്ടീഷൻ പറയുന്നത് അല്ലേ. ഇതിൽ മാർഷൽ ലേണർ കണ്ടീഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നുള്ളതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് വായിച്ചു നോക്കാം അല്ലേ. ഡീവാലുവേഷൻ വിൽ ഇംപ്രൂവ് ദ കൺട്രി. എന്താണ് പറയുന്നത്? ഡീവാലുവേഷൻ. നമ്മൾ എന്ത് ചെയ്യാണ്, കൺട്രീനെ, കറൻസിനെ എന്ത് ചെയ്യാണ്, ഡീവാല്യൂറ്റ് ചെയ്യുകയാണ് അല്ലേ. അതായത് മനഃപൂർവ്വം നമ്മൾ എന്ത് ചെയ്യുക, കറൻസിൻ്റെ വാല്യൂവിനെ എന്ത് ചെയ്യുക, കുറയ്ക്കുന്നതിനാണ്. ഡെലിബറേറ്റ്ലി നമ്മുടെ കറൻസിൻ്റെ വാല്യൂവിനെ കുറയ്ക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഡീവാല്യൂഷൻ എന്ന് പറയാം. ഡീവാല്യൂഷൻ വിൽ ഇംപ്രൂവ് ദ കൺട്രീസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇഫ് ദ സം ഓഫ് ദി പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ദി ഡിമാൻഡ് ഫോർ ദി എക്സ്പോർട്ട് ആൻഡ് ദി ഇമ്പോർട്ട് അബ്സല്യൂട്ട് ടേം മീൻസ് ഗ്രേറ്റർ ദാൻ 1. ഗ്രേറ്റർ ദാൻ 1 ആണോ? ഗ്രേറ്റർ ദാൻ 1 ആണല്ലേ. ഈ ഒരു മാർഷൽ ലേണർ കണ്ടീഷൻ്റെ എൻഡ് ഓഫ് ദി തിയറിയിൽ നമ്മൾ പറഞ്ഞു വെക്കുന്ന കൺക്ലൂഷൻ ഇതാണ് അല്ലേ. ഇതെന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആട്ടോ. ഡീവാലുവേഷൻ ഇംപ്രൂവ് ചെയ്യും. എങ്ങനെ? ഡീവാലുവേഷൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനെ ഇംപ്രൂവ് ചെയ്യും. എപ്പോൾ? സം ഓഫ് ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ദി ഡിമാൻഡ് ഫോർ ദി എക്സ്പോർട്ടും ഇമ്പോർട്ടും എന്താണ്, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ. ഓക്കെ. ദ ഡീവാലുവേഷൻ വിൽ ഇൻക്രീസ് ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ്. എപ്പോഴായിരിക്കും? ഈ ഒരു സം ഓഫ് ദി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് അബ്സല്യൂട്ട് ടേം ഈസ് ലെസ് ദാൻ 1 ആകുമ്പോഴായിരിക്കും എന്തുണ്ടാവുക, ഡീവാലുവേഷൻ വിൽ ഇൻക്രീസ് ഇൻ ദി ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ് അല്ലേ. സോ ദ സം ഓഫ് ദി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ദി എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ലെസ് ദാൻ 1 അല്ലേ. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിന് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടാവുക ആ ഒരു സം ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടിൻ്റെ എന്താണ്, ഗ്രേറ്റർ ദാൻ 1 ആവുന്ന സമയത്താണ്. അബ്സല്യൂട്ട് ടേം ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഡിവാലുവേഷൻ ഇംപ്രൂവ് ചെയ്യുന്നത്. എന്തിനെ? ബാലൻസ് ഓഫ് പേയ്മെൻറ്റിന്. ഡിവാലുവേഷൻ എന്ത് ചെയ്യാണ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനെ വീണ്ടും ഡെഫിസിറ്റിലേക്ക് നയിക്കുന്നത് എപ്പോഴായിരിക്കും? ഈ ഒരു സം ഓഫ് ദി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് അബ്സല്യൂട്ട് ടേമിൽ ലെസ് ദാൻ 1 ആവുന്ന സമയത്താണ്. സോ ഇത് രണ്ടും കറക്റ്റാണ്. Then 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, devaluation will have no effect on the balance of payment situation if the sum of the price elasticity of the demand for the export and import is equal to 1. Equal to 1 ആണോ? The devaluation ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താ വരുന്നത്? ഇറ്റ്സ് എ, ബി, സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്.
സോ ദ ഡിവാലുവേഷൻ വിൽ ബി ഹാവ് നോ എഫക്ട് ഓൺ ദി ബാലൻസ് ഓഫ് പേയ്മെന്റ് സിറ്റുവേഷൻ. ഡിവാലുവേഷൻ എന്ത് ചെയ്യുന്നില്ല, ബാലൻസ് ഓഫ് ഡിവാലുവേഷൻ എന്ത് ചെയ്യുന്നില്ല, ബാലൻസ് ഓഫ് പേയ്മെന്റിന് മുകളിൽ ഒരു തരത്തിൽ എഫക്ട് ഉണ്ടാക്കുന്നില്ല. എപ്പോൾ? ഇഫ് ദ സം ഓഫ് ദി പ്രൈസ് ഇലാസ്റ്റിക് ഓഫ് ദ ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഈസ് ഈക്വൽ ടു 1 അല്ലേ, ഈക്വൽ ടു 1 ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല, അത് എഫക്ട് ചെയ്യുന്നില്ല. ദറ്റ് ഇസ് ABC. In no case, the devaluation can improve the balance of payment disequilibrium if either the price elasticity of the demand for the export or that import is 0. It's incorrect. And the devaluation is condition as a no relation with the balance of payment. ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയാണ് എന്ത് പറയുന്നത്, മാർഷൽ എയർലൈൻ കണ്ടീഷൻ്റെ പറയുന്നില്ല. മാർഷൽ എയർലൈൻ കണ്ടീഷൻ ഹാവ് ദ നോ റിലേഷൻ വിത്ത് ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് സിറ്റുവേഷനിൽ നമുക്ക് ഒരിക്കലും റിലേഷൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്കറിയാം മാർഷൽ എയർലൈൻ കണ്ടീഷൻ പ്രകാരം ഡിവാലുവേഷൻ വിൽ ഇംപ്രൂവ് എന്തിനെ, ബാലൻസ് ഓഫ് പേയ്മെൻറ്റിന് ഇംപ്രൂവ് ചെയ്യുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഈസ് അബ്സല്യൂട്ട് ടേം എന്താണ്, ഗ്രേറ്റർ ദാൻ 1 ആവുന്ന സമയത്താണ് കേട്ടോ. അതുപോലെ തന്നെ ഡിവാലുവേഷൻ നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനെ ഡെഫിസിറ്റിലേക്ക് നയിക്കുന്ന എപ്പോഴായിരിക്കും, ദ സം ഓഫ് ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഇസ് അബ്സല്യൂട്ട് ടേം ഇസ് ലെസ് ദാൻ 1 ആവുന്ന സമയത്താണ്. ദെൻ എന്താണ്, ഡിവാലുവേഷൻ വിൽ നോ എഫക്റ്റ്, ഡിവാലുവേഷൻ ഒരു തരത്തിൽ എഫക്റ്റ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഉണ്ടാക്കുന്നില്ല. എപ്പോൾ? ഏത് സിറ്റുവേഷൻ, ദ സിറ്റുവേഷൻ ഇഫ് ദ സം ഓഫ് ദി പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ദ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഈസ് ഈക്വൽ ടു 1 ആവുന്ന സമയത്ത്, ഈസ് ഈക്വൽ ടു 1 ആവുന്ന സമയത്ത്. സോ ഈ ഒരു 3 കണ്ടീഷൻസ് ആണ് ബേസിക്കലി നമുക്ക് മാർഷൽ എയർലൈൻ കണ്ടീഷനിൽ പഠിക്കാനുള്ളത്. സോ ദിസ് കറക്റ്റ് ആൻസർ ഈസ് ABC. ഡി ഈസ് എ കറക്റ്റ് ആൻസർ. ഡി ഈസ് എ കറക്റ്റ് ആൻസർ അല്ലേ? യെസ്. സോ ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ പോയിന്റ് കേട്ടോ, അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ്, അതായത് ഡിവാലുവേഷൻ എന്ത് ചെയ്യാണ്, ഇംപ്രൂവ് ചെയ്യാണ്. എന്തിനെ ഇംപ്രൂവ് ചെയ്യാണ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനെ ഇംപ്രൂവ് ചെയ്യാണ്. എപ്പോൾ മാത്രമാണ്, സം ഓഫ് ദി പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ദ ഡിമാൻഡ് ആൻഡ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ദി അബ്സല്യൂട്ട് ടേം ഈസ് ദ ഗ്രേറ്റർ ദാൻ 1 ആൻഡ് ഡിവാലുവേഷൻ വിൽ ഇൻക്രീസ് ഇൻ ദ ഡെഫിസിറ്റ്. എപ്പോഴാണ്, നമ്മുടെ സം ഓഫ് ദി പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഈസ് ലെസ് ദാൻ 1 അല്ലേ. അതുപോലെ തന്നെ ഡിവാലുവേഷൻ എന്തില്ല, ഒരു തരത്തിൽ എഫക്റ്റ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഉണ്ടാക്കുന്നില്ല. എപ്പോൾ? ദ സം ഓഫ് ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ദി ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഈസ് ഈക്വൽ ടു 1 ആവുന്ന സമയത്ത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ഹൈലൈറ്റിംഗ് പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ബർത്ത് ഓഫ് ദി വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എമേർജ് ഫ്രം വിച്ച് റൗണ്ട്? ജനീവ ആണോ, ഹോങ്കോങ് ആണ്, ഉറുഗ്വ ആണോ, അതിനകത്ത് ടോക്കിയോ ആണോ? ദ കറക്റ്റ് ആൻസർ ഈസ് സി ഇസ് ഉറുഗ്വ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഉറുഗ്വ റൗണ്ടിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലേ. Then, given below the two statement, one is labeled as assertion and the other is labeled as reason. സോ നമ്മളിത് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾ ഒന്നും കൂടെ ഞാൻ റിമൈൻഡ് ചെയ്യിപ്പിക്കുകയാണ്. സോ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കാം. ദ ലോ ഇൻകം കൺട്രീസ് ആർ ദ ഫാർ മോർ ലൈക്ക് ടു ബി ബോറോ ദ മണി ടു ഫിനാൻസ് ദർ public sector expenditure. Government need not repay the loans along with the interest payment. നമുക്കറിയാം അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് 4 തരത്തിലുള്ള ഓപ്ഷൻസ് ആണ് ഉണ്ടാവുക. ഒന്നെന്ന് പറയുന്നത് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്, എന്താ മറ്റേതെന്താ റീസൺ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, അസേർഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ പറയുന്നത് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്, ഒരിക്കലും റീസൺ എന്ത് ചെയ്യുന്നില്ല, അസേർഷനെ എന്ത് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുന്നില്ല. ദെൻ എന്താണ്, എ ട്രൂ ആയിരിക്കാം, ബി ഫോൾസ് ആയിരിക്കാം, എ ഫോൾസ് ആയിരിക്കാം, ആൻഡ് ബി എന്തായിരിക്കും, ട്രൂ ആയിരിക്കാം. സോ ഇതിലെന്തായിരിക്കും, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇതിലെന്താണ് നമുക്കറിയാം, ഒരു ഡെവലപ്പിംഗ് ഓർ അണ്ടർ ഡെവലപ്പിംഗ് കൺട്രീസിനെ സംബന്ധിച്ചോളം മെയിൻലി ബോറോ ചെയ്യുന്നത് പബ്ലിക് എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ടാണ്. സോ അസേർഷൻ ഇസ് കറക്റ്റ് ആണ്. ദെൻ എന്താണ്, റീസൺ ഇൻകറക്റ്റ് ആണ്. അതൊരിക്കലും ഇങ്ങനെ കടം വാങ്ങിയിട്ടുള്ള പേയ്മെൻറ്റ് ഗവൺമെൻറ് അടയ്ക്കാതിരിക്കണം എന്നുള്ളത് പറയുന്നില്ല അല്ലേ. നോട്ട് റീപേ എന്ന് ഒരിക്കലും പറയില്ല, ഇറ്റ്സ് കമ്പൾസറി റീപേ അല്ലേ, മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, അത് റീപേ ചെയ്തിരിക്കണം. അലോങ് വിത്ത് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം, അതെന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, അടച്ചിരിക്കണം അല്ലേ. അപ്പോൾ ഇതിൽ ആദ്യം എന്ത് നോക്കുക, 2 സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണോ നോക്കുക, അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ റീസൻ്റെ പുറകെ പോകണ്ട. സോ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, കറക്റ്റ് ആണെന്നറിയാം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഫോൾസ് ആണെന്നറിയാം. സോ കറക്റ്റ് ആൻസർ ഈസ് സി അല്ലേ. സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 70th ക്വസ്റ്റ്യൻ. മെഷർ ഓഫ് ദി ഇൻകം ഇൻഇക്വാലിറ്റി ഈസ് ഡൺ ബൈ. ആരൊക്കെയാണ് മെഷർ ഓഫ് ദി ഇൻകം ഇൻഇക്വാലിറ്റി മെഷർ ചെയ്യുന്ന ആരൊക്കെയാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ. സോ ഗിനി കോഎഫിഷ്യൻ്റ് ഉണ്ട്, ലോറൻസ് കർവ് ഉണ്ട് അല്ലേ, പാൽമ റേഷ്യോ ഉണ്ട്, ആൻഡ് ദ ഡിപ്രിസിയേഷൻ റേഷ്യോ ഇല്ല. ഫിലിപ്സ് കർവ് നമുക്കറിയാം, ദർ ഇസ് എ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഷോർട്ട് റണ്ണിൽ ദർ ഇസ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻഫ്ലേഷൻ അല്ലേ. AW ഫിലിപ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ലോങ് റണ്ണിൽ ഫിലിപ്സ് കർവ് എന്തായിരിക്കും, സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും അല്ലേ, വെർട്ടിക്കൽ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും അല്ലേ. സോ ഇതിൽ ABC ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. സി ഇസ് എ കറക്റ്റ് ആൻസർ. സി ആണ് എന്ത് പറയുന്നത്, കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. Okay, then 80th question. Macroeconomics distinguished between the real economy and the monetary economy കേട്ടോ. ഇതൊരു ഡെഫിനിഷൻ പോലെ നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും വരണം. റിയൽ ഇക്കോണമി അതുപോലെ തന്നെ മോണിറ്ററി ഇക്കോണമിയും തമ്മിലുള്ളൊരു ഇതാണ് എന്ത് കാണിക്കുന്നത്, മാക്രോ ഇക്കണോമിക്സ് കാണിക്കുന്നത് കേട്ടോ. സോ ബി ഇസ് എ കറക്റ്റ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
In accelerated theory, capital output ratio is assumed to be increasing independent from the level of national income and decreasing constant. കറക്റ്റ് ആൻസർ ഏതായിരിക്കും? നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടാവും. കറക്റ്റ് ആൻസർ ഏതാണ്? ആക്സിലറേറ്റഡ് മോഡൽ പ്രകാരം ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ അല്ലേ, ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്താണ്? അസ്യൂംഡ് ടു ബി, അത് അസ്യൂം ചെയ്യുന്നത് എന്താണ്? അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് അസ്യൂം ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? വിച്ച് ഓഫ് ദി ഫോളോവിങ് ആർ ദ കറക്റ്റ് കൺക്ലൂഷൻ വിത്തൗട്ട് എറർ ഇൻ ദി കേസ് ഓഫ് ടെസ്റ്റിംഗ് ഓഫ് എ ഹൈപ്പോത്തിസിസ്. നമുക്കറിയാം നമ്മൾ ഒരു ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്ങിൽ നമ്മൾ എടുക്കുന്നതാണല്ലേ എന്ത് പറയുന്നത്, നൾ ഹൈപ്പോത്തിസിസ് ഉണ്ടാവും, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഉണ്ടാവും അല്ലേ. നൾ ഹൈപ്പോത്തിസിന് നമ്മൾ എന്ത് പറയുന്നത്, H0 എന്ന് പറയും അല്ലേ. പലരും പല രീതിയിൽ പറയും. ദെൻ നൾ ഹൈപ്പോത്തിസിസ് നമ്മൾ എന്ത് പറയും, H0 എന്നാണ് പറയുക അല്ലേ, H0 എന്നാണ് പറയുക. ദെൻ എന്താണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് നമ്മൾ എന്ത് പറയും, H1 എന്നാണ് നമ്മൾ പറയുക അല്ലേ. H1നെ നമ്മൾ എന്ത് പറയുന്നത്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറയാം. അപ്പോൾ നമ്മളൊരു ടെസ്റ്റ്, ഒരു ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഒരു എററും ഇല്ലാത്ത കൺക്ലൂഷനിൽ നമ്മൾ എത്തിപ്പെടുന്നത് ഏതൊക്കെ ഇതിലുള്ള ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്താണ്. ഫസ്റ്റ് വന്ന് റിജക്റ്റ് ദ നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ. അല്ല, നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് കറക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, അത് അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുക. അത് നൾ ഹൈപ്പോത്തിസിസ് ട്രൂ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും റിജക്റ്റ് ചെയ്യില്ല, മറിച്ച് എന്ത് ചെയ്യും, നമ്മളത് അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇതെന്താണ്, ഇൻകറക്റ്റ് ആണ്. സോ അക്സെപ്റ്റ് ദ HO, അതായത് നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ, കറക്റ്റ്. അക്സെപ്റ്റ് ദ നൾ ഹൈപ്പോത്തിസിസ് വെൻ ദ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഇസ് ട്രൂ. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഫോൾസ് ആവുന്ന സമയത്തായിരിക്കും എന്ത് പറയുന്നുണ്ടാവുക, നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് എന്ത് ചെയ്യുന്നുണ്ടാവുക, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അതായത് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഫോൾസ് ആവുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, നൾ ഹൈപ്പോത്തിസിസ് ആക്ച്വലി എന്താവുന്നത്, ട്രൂ ആവുന്നത് അല്ലേ. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്ത് നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്, നൾ ഹൈപ്പോത്തിസിസ് ട്രൂ ആവുന്ന സമയത്ത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും, വെൻ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്തായിരിക്കും, ഫോൾസ് ആവുന്ന സമയത്താണ്. അപ്പോൾ ഇതെന്താണ്, ഇൻകറക്റ്റ് ആണ്. ഡി എന്താ, റിജക്റ്റ് ദ HO വെൻ ദ H1 ഇസ് ട്രൂ, കറക്റ്റ് ആണ്. H1 ട്രൂ ആകാന്ന് പറയുമ്പോൾ, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ട്രൂ ആണെന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മളെ നൾ ഹൈപ്പോത്തിസിസ് എന്തായിരിക്കും, ഫോൾസ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യും. അപ്പോൾ അത് കറക്റ്റാണ്. ദെൻ അക്സെപ്റ്റ് ദ HO വെൻ ദ H1 ഇസ് ഫോൾസ്, കറക്റ്റ് ആണ് അല്ലേ. അതായത് H1 ഫോൾസ് ആവുന്ന സമയത്ത് എന്തായിരിക്കും, H0 എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. സോ ഇതിന് കറക്റ്റ് ആൻസർ ഈസ് BDE. B is a correct answer. B is a correct answer. കിട്ടിയോ? B is a correct answer. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ നിങ്ങൾ കാണാം. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടാം. സോ നമ്മൾ അടിപൊളിയായിട്ട് നിങ്ങൾ കൂടെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം. ഓൾ ദ വെരി ബെസ്റ്റ്.